ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളണ്ടിലെ പുതിയ നിയമങ്ങൾ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു കുറേ പ്രൊപ്പോസൽസ് ഈ 2025 വരുന്നുണ്ടെന്നും ഈ ഒരു 2025 എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായിട്ട് വന്നത് എന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സ്റ്റാർട്ടിങ് വിത്ത് എന്തുകൊണ്ടാണ് ഈ ചേഞ്ചസ്. അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രോസസ്സിങ് കാര്യങ്ങൾ, അതായത് എല്ലാ പ്രോസസ്സും ലീഗലൈസേഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയാണ്. അതായത് 20 കൊല്ലം മുമ്പുള്ള ഒരു പ്രോസസ്സാണ് ഇപ്പോഴും ഇവർ ഫോളോ ചെയ്യുന്നത്. അത് അവർക്ക് ചേഞ്ച് ചെയ്ത് കറണ്ട് റിയാലിറ്റിയിലുള്ള, അതായത് കറണ്ട് സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ഇവർക്ക് പുതിയൊരു ലേബർ സിസ്റ്റം പോളണ്ടിൽ വരുത്താൻ എന്നുള്ളൊരു ആശയത്തിന്റെ ബേസിലാണ് ഇവർ ഒരു ചേഞ്ചസ് 2025 മുതൽ കൊണ്ടുവരുന്നത്. ഇതിൽ മെയിനായിട്ട് ഇതിനകത്തേക്കുള്ള കുഴപ്പങ്ങൾ കൊണ്ടുവച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ 2015 മുതൽ, അതായത് ഒരു കൺട്രോൾ ഇല്ലാതെയാണ് അതായത് ആളുകൾ ഇവിടെ വരുന്നതും ഇവിടുന്ന് ഡിസപ്പിയർ ആവുന്നതും. അതായത് സ്റ്റുഡൻറ് വിസയിൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ യാതൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്കോ ഒന്നും ഇല്ലാതെ സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യുകയും അവർ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ ശേഷം ഇവർ പല EU രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുന്നു. അതുപോലെ തന്നെ യാതൊരു പ്രോപ്പർ ബാക്കപ്പ് ഇല്ലാത്ത കമ്പനികൾ അവർ റാൻഡമായിട്ട് കഴിഞ്ഞൊരു 7-8 കൊല്ലമായിട്ട് റാൻഡമായിട്ട് ഒരുപാട് വർക്ക് പെർമിറ്റുകൾ കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഒരുപാട് എമിഗ്രൻ്റ് ആളുകൾ ഇവിടെ വരികയും അത് കഴിഞ്ഞിട്ട് കുറേ ആളുകളെ കുറിച്ച് ഒരു അറിവുമില്ല. അതുപോലെ തന്നെ ഇവരൊരു സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഒരു പ്രൊവിനൻസിനെ അക്സെപ്റ്റ് ചെയ്യാവുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ വരികയും ചെയ്തതോടുകൂടി ഇവിടുത്തെ എൻ്റയർ പ്രോസസ്സിങ് സിസ്റ്റം, അതായത് ആളുകൾക്ക് ഇപ്പം TRCക്ക് വെക്കുന്ന ഒരു പ്രോസസ്സ് ആയിക്കോട്ടെ, അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഇവർക്കൊരു മിസ്മാച്ച് വരികയും ചെയ്തതോടുകൂടി ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒന്നും കൂടി ഇവിടുത്തെ എമിഗ്രേഷൻ ലോസ് കുറച്ചും കൂടിയും കറണ്ട് റിയാലിറ്റി ആയിട്ട് സ്റ്റാൻഡർഡൈസ് ആക്കാൻ വേണ്ടിയാണ് പുതിയ റൂൾസുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് വർക്ക് പെർമിറ്റിന്റെ കേസിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ആയിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടിങ് വിത്ത് എല്ലാ ഡോക്യുമെന്റ്സും ഇനി മുതൽ ഡിജിറ്റലൈസ്ഡ് ആയിരിക്കും. ഇനി മുതൽ യാതൊരു പേപ്പർ വർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പേപ്പർ വർക്ക് പെർമിറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം സ്റ്റാമ്പ്ഡ് ആയിട്ടുള്ള, അതായത് ഡിജിറ്റലി സ്റ്റാമ്പ്ഡ് ആയിട്ടുള്ള വർക്ക് പെർമിറ്റുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം, നോ ലേബർ മാർക്കറ്റ് ടെസ്റ്റ് ഇനി ഉണ്ടാവില്ല. അതിനു പകരം ഇവർക്കൊരു കൺഫർമേഷൻ വാങ്ങണം ലോക്കൽ അതോറിറ്റിയുടെ നിന്ന്. ഈ ഒരു ജോബ് ചെയ്യാൻ വേണ്ടി ലോക്കലായിട്ടുള്ള ഒരു എംപ്ലോയർ ഇല്ല എന്ന് പറഞ്ഞൊരു കൺഫർമേഷൻ വേണം. ചാൻസ് ഈ ഒരു കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പെർമിറ്റിൽ നിങ്ങൾക്ക് റിജക്ഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഇനി മൂന്നാമത്തത്, ചില സ്പെസിഫിക് ജോബുകൾ മാത്രമായിരിക്കും ഫോറിനേഴ്സിന് അലോട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മാർക്കറ്റ് കണ്ടീഷൻ, അതുപോലെ തന്നെ ആ ഒരു പ്രൊവിനൻസിലെ സിറ്റുവേഷനും ഇതെല്ലാം അനുസരിച്ച് ചില സെലക്റ്റഡ് ജോബുകൾ മാത്രമായിരിക്കും ഉള്ളൂ. ആ ഒരു ജോബിൻ്റെ വർക്ക് പെർമിറ്റുകൾ മാത്രമായിരിക്കും അപ്രൂവ് ആവുന്നതും ആ ഒരു വർക്ക് പെർമിറ്റുകൾക്ക് മാത്രമാണ് വിസ ഫോറിൻ കൺട്രീസിൽ അടിക്കുകയും ചെയ്യുള്ളൂ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് ഇപ്പം ചില ആളുകളോടെങ്കിലും നിങ്ങളുടെ ഏജൻസീസ് പറഞ്ഞിട്ടുണ്ടാവും ഇനി ഒരു വർക്ക് പെർമിറ്റ് വയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ ഒരു പറഞ്ഞൊരു ജോബ് ഈ പറഞ്ഞ ലിസ്റ്റിലോ അല്ലെങ്കിൽ പെട്ടിട്ടുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും റിസ്ക് എടുക്കണ്ട എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളോട് സബ്മിറ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടി, അതുപോലെ തന്നെ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം ഈ ലോക്കൽ അതോറിറ്റിയുടെ കൺഫർമേഷൻ. അതായത് അവർക്ക് വേറൊരു ഒബ്ജക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ലോക്കലായിട്ട് ആ ഒരു എംപ്ലോയി ഇല്ല, അതുകൊണ്ടാണ് ഈ കമ്പനി ഒരു ഫോറിനറെ ഹയർ ചെയ്യുന്നു എന്നുള്ള കൺഫർമേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞ ഏജൻസിയുടെ നിന്ന് വാങ്ങാൻ നിർബന്ധമായിട്ടും വാങ്ങണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺഫർമേഷൻ മാൻഡേറ്ററി ആണ് വിസ പ്രോസസ്സിങ്ങിന്. ഇനി നോക്കാൻ പോകുന്ന പെനാൽറ്റീസ് ആണ്. അതായത് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്ത് നിങ്ങളെ പിടിക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരിക, അല്ലെങ്കിൽ ഇല്ലീഗൽ ബോർഡർ ക്രോസിങ്ങോ കാര്യങ്ങളോ വരിക. ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കാര്യം, ലുത്വാനിയിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്ന് വന്നിട്ട് വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ. ഇങ്ങനെയുള്ള ആളുകളെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3000 മുതൽ 50,000 zloty വരെയാണ് ഒരു ഫൈൻ ഈടാക്കുന്നത്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓഫീസറിൻ്റെ ഇതനുസരിച്ച്. ആ ഒരു കാര്യം കൂടി ഓർക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം റൂൾസ് സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാശ് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ അനുഭവസ്ഥരുള്ളത് നമുക്ക് ചില കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കമൻറ്റിൽ അവർ പറയുന്നതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഈ മാതിരി വള്ളി ടൈപ്പുള്ള വിസ കാര്യങ്ങൾ നോക്കുക. പ്രോപ്പറായിട്ടുള്ള ചാനലിൽ കൂടെ മാത്രം കാര്യങ്ങൾ നോക്കുക. വെറുതെ നമ്മൾ വേറെ നാട്ടിലൊന്ന് സ്റ്റക്കായി അല്ലെങ്കിൽ ഫൈൻ കൊടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഡിപ്പോർട്ടേഷൻ വരുന്നതിനേക്കാളും ഒരുപാട് ബെറ്ററാണ് പ്രോപ്പർ ചാനലിൽ കൂടെ നിങ്ങളൊരു വിസ എടുത്ത് വരണം എന്നുള്ള കാര്യം ഓർക്കുക. ഇനി പുതിയ ലോയിൽ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓൾറെഡി ഉള്ള ഫോറിനേഴ്സിന്
അവർക്ക് എന്താ പറയുക ഇവിടുത്തെ പബ്ലിക് സർവീസിലേക്ക് ഗവൺമെൻറ് സർവീസിലേക്കും സ്പെഷ്യലൈസ്ഡ് ചില ജോബുകൾക്കും അവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതാണ്. അതായത് പോളിഷിൽ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ ശേഷിയുള്ള ആളുകൾക്ക് ഇവിടുത്തെ ഗവൺമെൻറ് ജോലികളിലേക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ജോലികളിലേക്ക് അവർ ലോക്കൽ ഹയറിംഗ് ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് പുതിയ സ്റ്റുഡൻറ്റ് വിസയിലേക്ക് വരും. സ്റ്റുഡൻറ്റ് വിസയിൽ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജർമ്മനിയിലേക്കുള്ള പോലെ തന്നെ B2 ലാംഗ്വേജ് പഠിക്കണമെന്നാണ്. പക്ഷെ അത് ഒഫീഷ്യലി വന്നിട്ടില്ല. കാരണം നമുക്കിവിടെ ലോക്കൽ ഇംഗ്ലീഷ് കോഴ്സസ് പഠിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് വരുന്നൊരു പ്രോബ്ലംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീസ് ഇവരുടെ അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ റേറ്റ്സ് കുറയ്ക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാവുള്ളൂ എന്നുള്ളത് യൂണിവേഴ്സിറ്റിക്ക് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മൾ അപ്ലൈ ചെയ്തൊന്നും ഇത് കിട്ടണമെന്നില്ല. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കൊടുത്താലും ക്യാഷാണ് ഫസ്റ്റ്, കാശ് വാങ്ങുക, അഡ്മിഷൻ കൊടുക്കുക എന്നുള്ളൊരു സ്കീമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു സ്കീം മാറ്റിയിട്ട് ക്വാളിഫൈഡ് ആണെന്നുള്ള കാര്യം ഈ യൂണിവേഴ്സിറ്റി ഈ സ്റ്റുഡൻസിൻ്റെ കാര്യം ഗവൺമെൻറ്റിന് പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹയറിംഗ് പ്രോസസ്സ് കുറച്ചും കൂടി ടൈറ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഒരു പ്രത്യേക മോണിറ്റൈസേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് സ്റ്റുഡൻ്റ് എന്നുള്ള ഒരു വ്യക്തി സാധാരണ നമ്മളിവിടെ വന്ന് നമുക്കൊരു ജോബ് സ്വിച്ച് ചെയ്ത് മാറുന്നു, അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റിലേക്ക് മാറുന്നു, ചിലവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും, വേറെ കുറച്ച് ആൾക്കാർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യില്ല, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനാണ്. പക്ഷേ ഇനി മുതൽ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് മൊത്തമായിട്ട് ഒരു സ്റ്റുഡൻറ്റ് പോർട്ടൽ പോലെ ഉണ്ടാവും. അതുവഴി ഈ സ്റ്റുഡൻറ്റിൻ്റെ വന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതായത് കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് സെക്കൻഡ് സെം, തേർഡ് സെം അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവർക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും യൂണിവേഴ്സിറ്റി വഴി. സോ നമ്മൾ പഠിക്കാനായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് വരുവാണ് ഇവിടെ. അതുപോലെ തന്നെ രാജ്യങ്ങൾ സ്വിച്ച് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ, ഒരു ഐഡിയ കൊണ്ട് വരുന്ന ആൾക്കാരുടെ ആ ഒരു ആഗ്രഹം ഇവിടെ ഇവർ ബ്ലോക്ക് ചെയ്യുകയാണ്. ഇനി വർക്ക് പെർമിറ്റിൻ്റെ കേസിലേക്ക് എടുക്കുകയാണെങ്കിൽ ഡിമാൻഡുള്ള ജോബുകൾക്കുള്ള വർക്ക് പെർമിറ്റിനാണ് പ്രയോറിറ്റി കൊടുക്കുക. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജോബിനും ആ ഒരു വർക്ക് പെർമിറ്റിൻ്റെ ബേസിൽ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന ഇയറിൽ ഇന്ന വേക്കൻസീസിൽ ഇന്ന പൊസിഷനിലേക്ക് ഇന്ന പ്രൊവിനൻസിലേക്ക് ആളെ വേണമെന്നുള്ള ഒരു ലിസ്റ്റിൻ്റെ ബേസിലായിരിക്കും നിങ്ങളുടെ വർക്ക് പെർമിറ്റ് അപ്രൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുന്നത്. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുതിയ നിയമങ്ങൾ എങ്ങനെയാണ് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ ഒരു സിറ്റുവേഷനാണ്. കാരണം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എലിജിബിൾ ആയ ഒരാൾക്ക് ചിലപ്പോൾ കിട്ടാനുള്ള പോസിബിലിറ്റീസ് കുറവായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കമ്പയർ ടു അതർ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ ഇവിടെ വരുന്ന ആളുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ആളുകൾ കുറച്ചും കൂടി സ്മാർട്ടറാണ്. എസ്പെഷ്യലി ലാംഗ്വേജിൻ്റെ കാര്യത്തിലാണെങ്കിലും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവിടെ വരുന്ന ബാക്കിയുള്ളവരായിട്ട്. അതുകൊണ്ട് അങ്ങനൊരു ഇത് ഡയറക്റ്റ്ലി അഫക്റ്റ് ആവും എന്ന് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് മിനിമം അത്യാവശ്യം ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാനുള്ള ഈ ശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈവൻ ഇപ്പം മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം ഒരു BA ഡിഗ്രി ഉള്ള ഒരാൾക്കാണെങ്കിലും ഒരു +2 കഴിഞ്ഞ ആൾക്കാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാനുള്ള ശേഷി ഉണ്ടാവും. ആസ് കമ്പയർ ടു വേറെ നോർത്ത് സൈഡിൽ നിന്നുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ആളുകൾക്ക് ഉണ്ട്. സോ അത് എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയൊരു പ്രോബ്ലം ആയിരിക്കുന്നു. അവരുടെ ഒരു വിസ ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിലും അവർക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂവിലാണെങ്കിലും ഈസി ആയിട്ട് അവർക്കത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമതൊരു പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വർക്ക് പെർമിറ്റിൻ്റെ ഒരു ഇഷ്യൂ. വർക്ക് പെർമിറ്റിൻ്റെ ഇഷ്യൂവിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്റ്റേറ്റുകൾക്ക്, അതായത് പ്രൊവിനൻസിന് അവർക്ക് ആവശ്യമുള്ള എംപ്ലോയീസിനാണ് ഇവർ ഹയർ ചെയ്യുന്നത്. ഇവിടെയാണ് ഒരു ഇഷ്യൂ വരുന്നത്. അതായത് ചിലപ്പോൾ ചില സ്റ്റേറ്റുകൾക്ക് ഇവിടെ ഇപ്പോൾ വാർസോല കാര്യം എടുക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഏത് പ്രൊവിനൻസ് നോക്കിയാലും മസൂറിയസ്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിൽക്കുന്നത്. സോ ഇങ്ങോട്ടുള്ള ഇപ്പോൾ വാർസോ തന്നെ ഫോക്കസ് ചെയ്ത് വരുന്ന ഒരാൾക്കാണെങ്കിൽ അതിനുള്ള പോസിബിലിറ്റീസ് കുറയും. കാരണം നമുക്ക് ലോക്കലി ഒരുപാട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു നെഗറ്റീവായിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ സ്കില്ലിനും ഇതിനും മാച്ചായിട്ടുള്ള ജോബാണെങ്കിൽ നമുക്കത് കിട്ടാതിരിക്കാനുള്ളൊരു പോസിബിലിറ്റി ഇല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പോളണ്ടിൽ അതിനുള്ളൊരു ഡിമാൻഡ് ഉണ്ടായാലാണ് നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതൽ. പണ്ടത്തെ പോലെ നമുക്ക് റാൻഡമായിട്ട് ഒരു വർക്ക് പെർമിറ്റിൽ കയറി വരാൻ പറ്റില്ല. ആ ഒരു ജോബിന് സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് വിസയ്ക്കുള്ള ആ ഒരു പ്രയോറിറ്റി കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടെ ഒരു നെഗറ്റീവായിട്ടുള്ളത്. ഇതിൻ്റെ സമ്മറി പറയുവാണെങ്കിൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഫോറിൻ എംപ്ലോയീസ് അല്ലെങ്കിൽ പറഞ്ഞ മൈഗ്രേഷൻ അത് എല്ലാ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിയമങ്ങളിൽ മാറ്റം വരും. പക്ഷേ ഇതിൻ്റെ ഒരു പ്ലസ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഫേക്ക് കമ്പനികളും ഷെൽ കമ്പനികളുടെ വർക്ക് പെർമിറ്റ് അങ്ങനെ സ്കാമുകൾ
മുതലായ കാര്യങ്ങൾ ഒഴിവായി കിട്ടും. സോ നിങ്ങളൊരിക്കലും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള പോസിബിലിറ്റീസ് എല്ലാം കൂടുതലാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വർക്ക് പെർമിറ്റ് കുറച്ചും കൂടി ജെന്യുവിൻ ആയിരിക്കും റാദർ ദാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഷെൽ കമ്പനികളിലോ അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വേറെ ജോബ് നോക്കിക്കോ എന്ന് പറഞ്ഞ വർക്ക് പെർമിറ്റുകളിൽ നിന്നെല്ലാം മാറി നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ഒരു ജോബ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലായിരിക്കും. സോ മാറ്റങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല. സോ ഇതിനെല്ലാം പോസിറ്റീവായിട്ട് കാണുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോബിന് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.